നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെയും നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ FC ഗോവ വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിനെക്കുറിച്ച് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 2 ഗോളുകൾക്ക് പിറകിൽ നിന്ന ടീമായിരുന്നു മുംബൈ സിറ്റി FC. 90 മിനിറ്റുകൾ വരെ 2-0 എന്ന നിലയിൽ നിൽക്കുമ്പോഴായിരുന്നു വമ്പൻ തിരിച്ചുവരവ് കാഴ്ചവെച്ച് മുംബൈ സിറ്റി FC ഇന്നലത്തെ മത്സരത്തിൽ വിജയം കരസ്ഥമാക്കിയത്. ആദ്യം തന്നെ 90-ാം മിനിറ്റിൽ ലാലിയൻസ് വാലച്ചാന്തയുടെ വകയായിരുന്നു ഒരു ഗോൾ നേടിയത്. അങ്ങനെ 2-1 എന്ന നിലയിൽ നിൽക്കുമ്പോൾ 92-ാം മിനിറ്റിൽ മറ്റൊരു ഗോളും കൂടെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 2-2 എന്ന നിലയിൽ നിൽക്കുമ്പോൾ FC ഗോവനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ഗോൾ കൂടെ മുംബൈ സിറ്റി FC നേടുകയായിരുന്നു ഇഞ്ചുറി ടൈമിൽ. എന്തായാലും 5-6 മിനിറ്റിനുള്ളിൽ തന്നെ 3 ഗോളുകൾ അടിച്ച് മുംബൈ സിറ്റി FC ഒരു വമ്പൻ വിജയം ഇന്നലെ കരസ്ഥമാക്കുകയായിരുന്നു. ISL ഹിസ്റ്ററിയിൽ വെച്ച് ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച മത്സരം തന്നെയായിരുന്നു ഇന്നലെ നമുക്ക് മുംബൈ സിറ്റി FC വേഴ്സസ് FC ഗോവ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. കാരണം FC ഗോവ 2-0 എന്ന നിലയിൽ മത്സരം വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ 90 മിനിറ്റുകൾ വരെ നിലനിന്നപ്പോൾ മുംബൈ സിറ്റി FC മിനിറ്റുകൾക്കകം 3 ഗോളുകൾ അടിച്ച് വിജയം കരസ്ഥമാക്കുകയായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ ഇന്ത്യൻ താരങ്ങളെക്കുറിച്ച് തന്നെ പറയണം. മുംബൈ സിറ്റി FCയുടെ ഇന്ത്യൻ താരങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചത്. ലാലിയൻസ് വാലച്ചാന്ത പ്ലെയർ ഓഫ് ദ മാച്ചും കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. 2 ഗോളുകൾ നേടി. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ഫെഡർ എന്ന് പറയുന്ന വമ്പൻ വിദേശ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഏതാനും മത്സരങ്ങൾ കളിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അടുത്ത സീസണിലും ഫെഡർ സിർണിച്ചിനെ ടീമിൽ കാണാൻ സാധിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഫെഡർ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. താങ്ക് യു.